നമ്മളങ്ങനെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്താൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. നമ്മൾ ചെയ്ത സമയത്ത് വന്ന മിസ്റ്റേക്ക് ആണ്. GST ചെയ്ത സമയത്ത് കുറച്ച് ടാക്സ് അടക്കാതെ പോവുകയോ അല്ലെങ്കിൽ റീഫണ്ട് എടുക്കുന്നതിൽ തെറ്റ് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ സമയത്ത് അപ്ലിക്കബിൾ ആവുന്ന സെക്ഷനാണ് CGST ആക്ടിന്റെ സെക്ഷൻ 73. ഈ സെക്ഷനകത്ത് പറയുന്നത്, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത ശേഷവും ആ റിട്ടേൺ പ്രകാരം ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ആ കൊടുക്കേണ്ട തുകയും ഈ വൈകിയ കാലയളവിലേക്കുള്ള പലിശയും മാത്രം കൊടുത്താൽ പോരാ, പുറമെ ഈ കൊടുക്കാനുള്ള ബാക്കി തുകയുടെ 10% അല്ലെങ്കിൽ 10,000 രൂപയോ ഏതാണോ കൂടുതൽ അത്ര എമൗണ്ട് CGST ആയിട്ടും SGST ആയിട്ടും പെനാൽറ്റി കൂടി കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അല്ലെ? സിമ്പിൾ ആക്കി പറയാം. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത ശേഷവും മനഃപൂർവ്വമല്ലാത്ത തെറ്റുകൊണ്ട് 10 രൂപ മിനിമം 10 രൂപ നിങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് വിചാരിക്കുക. അത് GST ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ 10 രൂപയും ഈ വൈകിയ കാലയളവിലേക്കുള്ള പലിശയും മാത്രം കൊടുത്താൽ പോരാ, പുറമെ മിനിമം 10,000 രൂപ CGST ആയിട്ടും 10,000 രൂപ SGST ആയിട്ടും നിങ്ങൾ 20,000 രൂപയെങ്കിലും കുറഞ്ഞത് പെനാൽറ്റി കൊടുക്കേണ്ടി